കേവലം ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അവരെ ഭീതിയിലായിരുന്നു, അവരുടെ ജീവിതമാർഗം പോലും നശിച്ച് പോകുന്ന തരത്തിലേക്കുള്ള കേവലം വ്യാജ പ്രചരണം മാത്രമാണ്. നമ്മളിത് കഴിച്ചുകൂടാന്ന് പറയുമ്പോൾ നമുക്ക് നാളെ ജോലിക്ക് കിട്ടിയത് കേട്ടിക്കണ്ടേ? നമ്മൾ കഴിച്ചു കാണിച്ചു കൊടുക്കുക. ആ രാസപദാർത്ഥങ്ങൾ കഴിക്കുന്ന മത്സ്യം ഉപയോഗിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യാജ പ്രചരണം. മത്സ്യത്തിനകത്ത് വിഷാംശം ഒരിക്കലും വരുത്തില്ല എന്നത് നമുക്ക് ഉറപ്പുണ്ടാവും. 100% ഉറപ്പ്. നമ്മുടെ കടലിലായിട്ടുള്ള വിഭവങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ MP യുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഒരു സമുദ്ര സദ്യ തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട MP ഉണ്ടായിരുന്നു, MLA കരുനാഗപ്പള്ളിയുടെ MLA ശ്രീ CR മഹേഷ് ഉണ്ടായിരുന്നു. കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കടലിൽ കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ കണ്ടെയ്നറുകളൊക്കെ തന്നെ ഒഴുകി നടക്കുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. ഇതിനെ തുടർന്ന് കടലിലെ ചില പ്രതിഭാസങ്ങൾ, കടലിൽ പോകരുത്, മത്സ്യങ്ങൾ കഴിക്കരുത്, കടലിന്റെ സമീപത്ത് നിൽക്കരുത്, ഇത്തരത്തിലുള്ള ചില വ്യാജ പ്രചരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഈ പ്രചരണങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് കൊല്ലം അഴീക്കലിൽ നടക്കുന്ന സമുദ്ര സദ്യയുടെ വിശേഷങ്ങളിലേക്ക് നാം പോകുന്നത്. കാരണം കടൽ വിഭവങ്ങൾ ഉപയോഗിക്കാമോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു വലിയ വെല്ലുവിളിയായി MP അടക്കം MLA അടക്കം പങ്കെടുക്കുന്ന വലിയ സമുദ്ര സദ്യയുടെ വിശേഷങ്ങളിലേക്കാണ് നാം പോകുന്നത്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അപ്പോ ഇവിടെ നടന്ന ഈ ഒരു സമുദ്ര സദ്യ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സദ്യ സംഘടിപ്പിച്ചത്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അറബിക്കടലിൽ താണുപോയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറിൽ നിന്ന് രാസപദാർത്ഥങ്ങൾ വെള്ളത്തിൽ കലർന്നു വന്ന് ആ രാസപദാർത്ഥങ്ങൾ കഴിക്കുന്ന മത്സ്യം ഉപയോഗിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യാജ പ്രചരണം ഒരു മാധ്യമങ്ങളിൽ കൂടി കൊടുത്തിരുന്നു. അത് സാധാരണക്കാരെ ജനങ്ങൾ അത് വല്ലാത്ത രീതിയിൽ ഭയപ്പെടുകയും ആ ഭയം അകറ്റുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഇങ്ങനൊരു സമുദ്ര സദ്യ നടത്തിയത്. കാരണം കടൽ വിഭവങ്ങൾ, കടലിൽ നിന്ന് കിട്ടിയ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു സദ്യ ബഹുമാനപ്പെട്ട നമ്മുടെ ആലപ്പുഴയുടെ MP. അപ്പൊ ഇത് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണമായിരുന്നു എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും ഇത് കേവലം ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അവരെ ഭീതിയിലായിരുന്നു, അവരുടെ ജീവിതമാർഗം പോലും നശിച്ച് പോകുന്ന തരത്തിലേക്കുള്ള കേവലം വ്യാജ പ്രചരണം മാത്രമാണ് ഇത്തരം ഈ മത്സ്യം കഴിച്ചുകൂടാ എന്ന് പറയുന്ന ഒരു പ്രചരണം. അത് മറ്റു ചില ലോബികൾക്ക് വേണ്ടിയുള്ള കേവലം വ്യാജ പ്രചരണമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സദ്യയിൽ എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ? നമ്മള് കപ്പ, മീൻകറി, മത്തി വറുത്തത്, മത്തി പൊള്ളിച്ചത് ഉൾപ്പെടെ നമ്മുടെ കടലിലായിട്ടുള്ള വിഭവങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുള്ളത്. അപ്പൊ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MP ഉണ്ടായിരുന്നു, MLA കരുനാഗപ്പള്ളിയുടെ MLA ശ്രീ CR മഹേഷ് ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എത്താമെന്ന് പറഞ്ഞ അദ്ദേഹം ഇത്തിരി തിരക്കിലായി പോയതുകൊണ്ടാണ് അദ്ദേഹം എത്താതിരുന്നത്. അങ്ങനെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ നിരവധി ആൾക്കാർ, അതുപോലെ തന്നെ ജനപ്രതിനിധികളുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ ധാരാളം ആൾക്കാർ, ഒരുപാട് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ഒരു വിശ്വാസ്യത നിലനിർത്തി. അതെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഒരു മത്സ്യത്തൊഴിലാളിയാണ്. നമ്മളിത് കഴിച്ചുകൂടാന്ന് പറയുമ്പോൾ നമുക്ക് നാളെ ജോലിക്ക് കിട്ടിയത് കേട്ടിക്കണ്ടേ? നമ്മൾ കഴിച്ചു കാണിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ യാതൊരു തരത്തിലുള്ള വിഷാംശങ്ങളോ ഒന്നും തന്നെ കലർന്നിട്ടില്ല. അപ്പൊ കടലിൽ ഇത്തരം വിഷങ്ങൾ കലർന്നു അല്ലെങ്കിൽ കണ്ടെയ്നർ അപ്പൊ അതൊക്കെ അത് ആര് പറയുന്നു? കാരണം നമ്മള് പറയുന്നവര് പറയുന്നു, പക്ഷെ ഇതിനകത്ത് ഒരിക്കലും കരയുന്നത് നല്ലത്. മത്സ്യത്തിനകത്ത് വിഷാംശം ഒരിക്കലും വരുത്തില്ല എന്നത് നമുക്ക് ഉറപ്പുണ്ട്. 100% ഉറപ്പ്. ഏതായാലും വലിയ നല്ലൊരു സന്ദേശം തന്നെയാണ് അല്ലേ? ഇതുവഴി ഇവരൊരു വലിയ സന്ദേശം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ അവർക്ക് ആശങ്കയുണ്ടാകുന്നു, കടലിൽ പോകരുതെന്ന് പറയുന്നു, ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതൊക്കെ ചിലപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഒരു പ്രതികൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു. അതിനകത്ത് നമ്മൾ പക്ഷേ ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു രാസപദാർത്ഥവും ഒരു മത്സ്യവും ഈ ദുരന്ത നിവാരണ വകുപ്പോ അല്ലെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡോ കോസ്റ്റൽ ഗാർഡ് അവരൊന്നും റിപ്പോർട്ട് ഇതുവരെ ഗ്രാമപഞ്ചായത്തിലോ മറ്റു വകുപ്പുകൾക്കോ
അത്തരം ഒരു നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല. വരുമ്പോ പറഞ്ഞാൽ പോരാ നമ്മള്. അതെ. ഇപ്പൊ വരാത്ത മുൻകൂട്ടി കാര്യം പറഞ്ഞ കാര്യം ഇതല്ലേ. അപ്പൊ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ആൾക്കാർക്കും ഇപ്പൊ ഈ മത്സ്യം പിടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതായത് ഞങ്ങളിപ്പോഴും കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അത് വലിയ രീതിയിലുള്ള ഒരു സന്ദേശം തന്നെയാണ്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ കടൽ വിഭവങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കരുത്, ഇത്തരത്തിൽ കണ്ടെയ്നർ മറിഞ്ഞ സാഹചര്യത്തിൽ കടൽ വിഭവങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഇടത്തേക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ MP-യുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഒരു സമുദ്ര സദ്യ തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണ്. കാരണം കടൽ വിഭവങ്ങൾ ഇപ്പോഴും യാതൊരു വിഷാംശവും കലർന്നിട്ടില്ല, എല്ലാവർക്കും കഴിക്കാമെന്നുള്ള വലിയൊരു സന്ദേശം കൂടിയാണ് ഇവർ നൽകുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയൻസ്.